ഓക്കെ ഗായ്സ്, ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. മല്ലിയില ആഡ് ചെയ്യാൻ പോവാണ്. ഇതാ നെയ്ച്ചോർ വറുത്ത ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ആയില്ല. ഓക്കെ, തുടങ്ങാം. കറിവേപ്പില അച്ഛൻ ഇടണ്ട കേട്ടോ. അച്ഛൻ ഒരു ചെടി മൊത്തം കറിയിലിടും, കുറച്ചിട്ടാ മതി. അത് മതി. കറിവേപ്പില കണ്ടാ മതി. ആ, അതിപ്പോ മൊട്ടയായി. അല്ല, ഏത് വീഡിയോയിലോ? ഇല്ലില്ല, ചിക്കൻ കറി നമ്മൾ ഇട്ടിട്ടില്ല. നമ്മളത് ഉണ്ടാക്കി കഴിച്ചിട്ടല്ലേ ഉള്ളൂ. അന്ന് വീഡിയോ ഇട്ടിട്ടില്ല. അന്ന് നെയ്ച്ചോറ്. തക്കാളി ആഡ് ചെയ്യാൻ പോവാണ്. ഗായ്സ്, ചിക്കൻ കറി ആയില്ലേ? ഓക്കെ, നമുക്ക് ആയില്ല. ഓക്കെ, തുടങ്ങാം. ഓക്കെ, ആ, ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണേ. ഓക്കെ, എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടോ? എന്തൊക്കെയോ സാധനം കുറവുണ്ട്. ഓക്കെ, അപ്പം തക്കാളി, പിന്നെ കറിവേപ്പില, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് സ്പൈസസ്, ഏലക്കായ. ഇത് പെരുംജീരകം പൊടിച്ചതാണ്. പെരുംജീരകം പിന്നെ ഇത് കുരുമുളക്. അതല്ല, ഇത് ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്നിട്ട് വീണ്ടും ഇവിടെ തന്നെ ഇങ്ങനെ തുടങ്ങുക അമ്മ. ഓക്കെ, അത് ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ചിക്കനാണേ. അപ്പം ഇവിടുത്തെ സ്റ്റൈലില് നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ല. ഓക്കെ, അപ്പൊ നെയ്ച്ചോറ്. ഓക്കെ, അപ്പൊ പാർട്ട്ണർഷിപ്പാണ് നെയ്ച്ചോറിന്. വേണ്ട. ഓക്കെ, അപ്പം അമ്മയുടെ സ്റ്റൈല് നെയ്ച്ചോറിന് പറ്റിയൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അതിലേക്ക് എന്താ ചെയ്യാൻ പോകുന്നത്? വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകും. ഞാൻ വരട്ടെ. ആ, പോരട്ടെ. ആഹാ, പുക. വെളിച്ചെണ്ണ ഒഴിച്ചു. ഓക്കെ, സ്പൈസസ് ആഡ് ചെയ്യാൻ പോവാണ്. പോരട്ടെ. നെക്സ്റ്റ്. ഇതിങ്ങനെ പുകഞ്ഞ പ്രശ്നമില്ലല്ലോ. പൊട്ടി. ഏലക്കായ പൊട്ടിയതാ. വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടു. നെക്സ്റ്റ് പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഉള്ളി, സവാള ആഡ് ചെയ്യാൻ പോവാണ്. അതെങ്ങനെ എടുത്തിട്ട് ഞാൻ തട്ടാം. കറക്റ്റ് അല്ലേ? ആ, പോയി. 1-2 പീസുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരട്ടെ. ബാക്കി പരിപാടി ഞാൻ കാണിച്ചു തരാം. ഉപ്പ് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ശകലം കൂടെ കേട്ടോ. ആഡ് ചെയ്യാല്ലേ? അല്ല, ഏത് വീഡിയോയിലോ? ഇല്ലില്ല, ചിക്കൻ കറി നമ്മൾ ഇട്ടിട്ടില്ല. നമ്മളത് ഉണ്ടാക്കി കഴിച്ചിട്ടല്ലേ ഉള്ളൂ. അന്ന് വീഡിയോ ഇട്ടിട്ടില്ല. അന്ന് നെയ്ച്ചോറ്. അതെ, അതെ. ആണല്ലേ? അന്നത്തെ അടിപൊളിയായിരുന്നു. അന്ന് വീഡിയോ എടുത്തില്ല. നെയ്ച്ചോറ് നമ്മൾ ഇന്ന് വീഡിയോ എടുത്തിട്ടില്ല. അത് വേറൊരു ദിവസം കാണിച്ചു തരാം. ആ, അല്ലല്ല, ചിക്കൻ കറി ഉണ്ടാക്കിണ്ടായിരുന്നു, വീഡിയോ എടുത്തിട്ടില്ല. അന്നു തന്നെയായിരുന്നു സെയിം ഡിഷ്. ആഹാ, അടുത്തത്
കറിവേപ്പില അച്ഛൻ ഇടണ്ട കേട്ടോ. അച്ഛനിട്ട അച്ഛൻ അച്ഛൻ ഒരു ചെടി മൊത്തം കറിയിലിടും, കുറച്ചിട്ടാ മതി. അത് മതി, അത് മതി. കറിവേപ്പ് കണ്ടാൽ കറിവേപ്പില കണ്ടാ മതി. അവിടെ ഒരു മരം ആ അതിപ്പോ മുട്ടയായി. ഇത് മാനസികം. ഓക്കെ, വഴണ്ട് വരട്ടെ, കാണിച്ചു തരാം. മനസ്സിക പറഞ്ഞ പോലെ അങ്ങനെ അതായി. ഇനി നമ്മൾ ചെയ്യണം നെക്സ്റ്റ് മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇട്ടു. ഓക്കെ, ഇനിയോ? ഒരു 1.5 ടീസ്പൂൺ ഉണ്ടാവും. ഇനി മല്ലിപ്പൊടിയോ? മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി, അത് മല്ലിപ്പൊടി 2 ടീസ്പൂണാ? 2 ഫുൾ ടീസ്പൂൺ, നിറച്ച ടീസ്പൂൺ. അതായത് 3 പിടിക്കാം. അതെ. പിന്നെ മുളക് പൊടി. മുളക് പൊടി, മുളക് പൊടി ഉണ്ടാവും. മുളക് പൊടി ആ കോർണറിലുള്ളതാ. ഓ, അമ്മ എടുക്കണൊക്കെ കണ്ടോ? കയ്യോട്ട് ഇതാണ് മുളക് പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി ഇട്ടു. ഓക്കെ, ഇനി എന്തെങ്കിലും ഇടാനുണ്ടോ? കുരുമുളക് പൊടി ഇടാണ്ട്, പെരുംജീരകത്തിന്റെ പൊടി ഇടാണ്ട്, ഗരം മസാല ഉണ്ട്, ഗരം മസാല ഇടാണ്ട്. മീറ്റ് മസാല ഉണ്ട്. അപ്പോൾ അത് ആയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഗരം മസാല ഇടും. ആണോ? ഗരം മസാല ഇതാ പോകുന്നു. എടുക്കും. ഗരം മസാല ഇട്ടു. പിന്നെ മീറ്റ് മസാല. മീറ്റ് മസാല ഇതാ. കൈ കണക്കല്ലേ? കൈ കണക്കാ. ഒക്കെ ഒരു കമ്മച്ചം. അതെ, കമ്മച്ചം. ഈ പെരുംജീരകത്തിന്റെ പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഇതാ, പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചത്. കേട്ടോ. കുരുമുളക്. ഓക്കെ, കുരുമുളക് കുറച്ച് അത്യാവശ്യം നന്നായിട്ട് നല്ല രീതിയിൽ ഇടണം. കാരണം മുളക് പൊടി ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. കുരുമുളക് പൊടി. ഓക്കെ. ഓക്കെ, ഇനിയോ? ഇനി അത് വാടി കഴിഞ്ഞിട്ട് നമ്മൾ കുത്തമണം മാറണേ. പച്ചമണം. മാറി കഴിഞ്ഞിട്ട് തക്കാളി. തക്കാളി ആഡ് ചെയ്യാനുണ്ട്. ഇതിന്റെ മണം ഒന്ന് മാറണം എന്നാ പറഞ്ഞത്, പച്ചമണം. പച്ചമണം മാറി അപ്പം കഴിഞ്ഞാൽ മാറി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി കാണിച്ചു തരാം. തക്കാളി ആഡ് ചെയ്യാൻ പോവാണ്. 2 തക്കാളി എടുത്തോ. കൂടുതൽ 2 തക്കാളി. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരും ഉണ്ടാക്കുന്നത്. അധികം ആൾക്കാരും ഇങ്ങനെ ആയിരിക്കും അല്ലേ? നമ്മൾ കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനിയോ? ഇനി നമ്മൾ ചിക്കൻ അതിലേക്ക് ഇടണം. ചിക്കൻ ഇടാനായോ? സ്വല്പം വെള്ളം വേണം. ഓക്കെ, ശകലം വെള്ളം ഒഴിച്ചിട്ട് അതിനൊന്ന് ക്രീം പരുവാക്കണം. ആ ഹാ. എന്നിട്ട് അതൊന്ന് തിളച്ചിട്ട് നമ്മൾ ചിക്കൻ ഇട്ടു. ഓക്കെ, വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്രീം ആയിട്ട് വരുമ്പോൾ നമ്മൾ ചിക്കൻ ആഡ് ചെയ്യും അല്ലേ? ഓക്കെ, ആയോ? ഞാൻ ഈ ചിക്കൻ ഇടാൻ പോവാ. ഓക്കെ, ഈ ഒരു ടെക്സ്ചറാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാൻ പോവാണ്. ഇതിലേക്ക് ഇട്ടു. എക്സ്പേർട്ടാണേ. അതെ. ചിക്കൻ കറി മീൻ കറി ഇതൊന്നും വലിയ പ്രയാസമുള്ള പണിയല്ലല്ലോ. ഓക്കെ, ഇത് എത്ര നേരം ഇങ്ങനെ വെക്കണം? ഇനി ഇത് ഒരു 1/2 അവർ കണ്ടിന്യൂ. നമുക്ക് അടപ്പ് വയ്ക്കാം. അടപ്പ് വെച്ചാൽ 1/2 അവർ ആവശ്യമില്ല. 2 വിസിൽ. അപ്പൊ 2 വിസിൽ. അല്ല, ഇത് നമ്മൾ അടയ്ക്കുന്നതിന് മുമ്പ് എത്ര നേരം ഇങ്ങനെ മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടയ്ക്കാം. അടയ്ക്കാം അല്ലേ? ഓക്കെ, കുരുമുളക് പൊടി കുറച്ചും കൂടി ഇടണം. എരിവുപൊടിയല്ലേ? നമുക്ക് പ്രശ്നമില്ല, ഇവനാണ് പ്രശ്നം. നമ്മുടെ പ്രശ്നക്കാരനാണ്. എരിവ് കൂടിയാണ്. അടപ്പെടുത്തുന്നു. ഓക്കെ, അപ്പം ഇനി അടയ്ക്കാൻ പോവാണ്. 2 വിസിൽ. 2 വിസിൽ അല്ലേ? അടപ്പ് ഞാൻ എടുത്തില്ല. ഓക്കെ, അടയ്ക്കാൻ പോവാണ്. അടച്ചു അല്ലേ? അപ്പൊ 2 വിസിൽ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വിസിൽ വന്നാല് നമ്മളെ ചിക്കൻ റെഡി. റെഡിയായി. സിമ്പിൾ പരിപാടി. ഇളക്കി കൊടുത്തിട്ട് മല്ലിപ്പൊടി ഇടണ്ടേ? മല്ലിപ്പൊടി അല്ല, മല്ലിച്ചപ്പ്. കുറച്ച് പച്ചവെളിച്ചെണ്ണ
ഓക്കെ. മല്ലിച്ചപ്പം കണ്ടിട്ടുണ്ട്. കറിവേപ്പിലി കറിവേപ്പില മതി കേട്ടോ, ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട്. അത് വഴറ്റിയല്ലേ നമ്മൾ ഇട്ടത്. ആ പച്ചക്ക് വിടണം അല്ലേ? കുറച്ച് എന്താ കുറുക്കൻ നോക്കണായിരുന്നു നോക്കുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് പച്ചൻ പറഞ്ഞ മാതിരി തന്നെയായിരിക്കും. ഓക്കെ, അപ്പം ഇനി ബാക്കി പരിപാടി വിസിൽ വന്നിട്ട് കാണിച്ചു തരാം. മല്ലിച്ചപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, വിസിൽ വരാനായിട്ടുണ്ട്, ഫസ്റ്റ് വിസിൽ. അപ്പോഴേക്കും നമ്മൾ മല്ലിച്ചപ്പ് കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, മല്ലിച്ചപ്പ് കട്ട് ചെയ്യുന്നുണ്ട്. ഗായ്സ്, ചിക്കൻ കറി ആയി അല്ലേ? ഓക്കെ, ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ആക്കാം. കറിവേപ്പില ഒഴിച്ചിടണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയില ഇടണം. ഓക്കെ, കുറച്ച് പച്ച വെളിച്ചെണ്ണ. പച്ച വെളിച്ചെണ്ണ ഉണ്ടാവും അല്ലേ? കറിവേപ്പില ആഡ് ചെയ്തു, പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്യാൻ പോവാണ്. കുറച്ച് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്തു. ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. മല്ലിയില ആഡ് ചെയ്യാൻ പോവാണ്. ഇതാ നെയ്ച്ചോർ വറുത്ത ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി ഇതായിരിക്കണു. ടാടാ. ഓക്കെ, ഇന്നത്തെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. രണ്ടാള് റെഡി ആയിട്ടുണ്ട്. ഇളക്കി നോക്കണ്ടേ? നല്ല നെയ്ച്ചോറ് ഉണ്ടാവും. കൊള്ളാം, അടിപൊളി. ചിക്കൻ കറി ടേസ്റ്റ് നോക്കണ്ടേ? ചിക്കൻ കറി ടേസ്റ്റ് നോക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാം ഇത് ഏത് ലെവലാണെന്ന്. എന്നാലും ഒന്ന് കഴിച്ചു നോക്കാല്ലേ? കഷ്ണം വേണ്ടി ചെറിയൊരു ചാറ് ചെറുതായിട്ട്. അത് കുഴപ്പമില്ല. അടിപൊളി, സൂപ്പർ. എരിവ് കൂടുന്നു വിചാരിച്ചു, കറക്റ്റാ. ഓക്കെ ഗൈസ്, അപ്പം ഒരു ബൈ ബൈ പറഞ്ഞോളൂ. ബൈ ബൈ. അപ്പം ചിക്കൻ കറി എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്, എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ബൈ ബൈ ഗൈസ്. നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വേറൊരു ദിവസം കാണിച്ചു തരാം. ബൈ ബൈ.